ഒരാൾ അയാളുടെ പദവിയിൽ നിന്നോ അന്നുവരെ വളരെ സജീവമായിരുന്ന തൻ്റെ ആ തൊഴിൽ മേഖലയിൽ നിന്നോ ഉണ്ടാകുന്ന ഒരു പിന്മാറ്റത്തെയാണല്ലോ വിരമിക്കൽ എന്ന് പറയുന്നത്. ഇന്ന് അത്തരം വിരമിക്കൽ ചടങ്ങുകൾ വളരെ ആഘോഷപൂർവ്വമായിട്ടാണ് നടക്കാറുള്ളത്. പ്രധാനമായും തൻ്റെ മേഖലയിൽ അന്നുവരെ കൂടെ നിന്ന് പ്രവർത്തിച്ചിരുന്നവരും മറ്റ് അഭ്യുതകാംക്ഷികളും ചേർന്ന് നൽകുന്ന ആ വിരുന്നും സൽക്കാരവും സമ്മാനങ്ങളും നല്ല വാക്കുകളുമൊക്കെ അതൊക്കെ ലഭിക്കുമ്പോൾ വിരമിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ് ആ സമയത്ത് അവർക്ക് ലഭിക്കുന്നതെങ്കിലും അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ചില പ്രധാനപ്പെട്ട വൈകാരിക, മാനസിക, ശാരീരിക മാറ്റങ്ങൾ ഉടൻ സംഭവിക്കുന്നതായിട്ടാണ് പലപ്പോഴും പലരിലും കാണപ്പെടുന്നത്. തങ്ങൾ അന്നുവരെ അനുവർത്തിച്ചു പോന്നിരുന്ന ആ ദൈനംദിന ദിനചര്യകൾക്ക് പിന്നീട് മാറ്റങ്ങൾ വരികയാണ്. തങ്ങളുടെ ഓരോ ദിവസത്തെയും വസ്ത്രധാരണം, സുഹൃത്തുക്കളുമായിട്ടുള്ള ആ കൃത്യസമയത്തുള്ള ഭക്ഷണം കഴിക്കൽ, ഷെഡ്യൂൾ മീറ്റിങ്ങുകൾ, തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ, മറ്റ് പരിപാടികൾ ഇവയ്ക്കെല്ലാം ഒരു മാറ്റം വരികയാണ്. എന്നാൽ അക്കാലം വരെ ഉണ്ടായിരുന്ന തൻ്റെ ആ ഐഡൻറ്റിറ്റി ഇല്ലാതാകുമ്പോൾ ഉണ്ടായേക്കാവുന്ന ആ സങ്കടവും ദുഃഖവും ഏകാന്തതയും എന്തിന് ചില സന്ദർഭങ്ങളിൽ ഉണ്ടായേക്കാവുന്ന വഴിതെറ്റലിന് വരെ പരിഹാരമാകുന്ന ഒരു വലിയ ഉപദേശങ്ങളാണ് കഴിഞ്ഞ ദിവസം മുൻ DGPയും ഗ്രന്ഥകർത്താവും ഒരു ഗവേഷകനുമൊക്കെയായ ശ്രീ ജേക്കബ് തോമസ് വിരമിച്ച അധ്യാപകർക്കായി നൽകിയത്. എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയിൽ ശ്രീനാരായണ ഗുരുദേവനാൽ സ്ഥാപിതമായി പിന്നീടങ്ങോട്ട് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ വലിയ നേട്ടങ്ങളൊക്കെ കൈവരിച്ച SDPY സ്കൂളിൽ നിന്നും വിരമിക്കുന്ന 12 അധ്യാപകർക്കുള്ള ആദരവും യാത്രയയപ്പ് സമ്മേളനവും അന്ന് ഉദ്ഘാടനം ചെയ്തത് മുൻ DGPയായ ശ്രീ ജേക്കബ് തോമസ് ആയിരുന്നു. പ്രമുഖ വ്യവസായിയും SDPY സ്കൂളുകളുടെ മാനേജറുമായിട്ടുള്ള ശ്രീ AK സന്തോഷിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ആ യാത്രയയപ്പ് സമ്മേളനം അത് ഉദ്ഘാടനം ചെയ്യവേ ഇന്നു മുതൽ ഇനി അടുത്ത 30 വർഷത്തേക്കുള്ള പദ്ധതികൾക്കാണ് ഇവിടെ ഇപ്പോൾ ഈ വിരമിക്കുന്ന അധ്യാപകർ ചെയ്യേണ്ടതെന്ന് ശ്രീ ജേക്കബ് തോമസ് മുഖ്യമായും പറഞ്ഞത്. അതിനായി തൻ്റെ ജീവിതം തന്നെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി തന്നെയാണ് അദ്ദേഹം അധ്യാപകർക്ക് ഒരു മാനസിക പിന്തുണ നൽകിയത്. പോലീസ് സേനയിൽ ഇരിക്കുമ്പോൾ തന്നെ നിരവധി പുരസ്കാരങ്ങളും അവാർഡുകളുമൊക്കെ അത് മികച്ച സേവനത്തിനായിട്ടുള്ള രാഷ്ട്രപതിയുടെ അവാർഡ് വരെ നേടിയെങ്കിലും ശേഷം തൻ്റെ ഔദ്യോഗിക മേഖലയിൽ നിന്നും വിരമിച്ചുവെങ്കിലും അടുത്ത കുറേ വർഷത്തേക്കുള്ള പദ്ധതിയുമായിട്ടാണ് താൻ മുന്നോട്ട് പോകുന്നതെന്നും താൻ ഇപ്പോഴും ഒരു സർവകലാശാലയിൽ ക്ലാസ് എടുക്കുവാനായിട്ടുള്ള ഒരു അധ്യാപകൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതായിട്ടുള്ള ആ കാര്യം ആ സമ്മേളനത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. മുൻ DGPയുടെ അത്തരത്തിലുള്ള ഉപദേശം കൊണ്ടാകാം മറുപടി പ്രസംഗം നടത്തിയ അധ്യാപകരിൽ ആ സംസാരിച്ചവർ എല്ലാം തന്നെ തങ്ങളുടെ ആ വിരമിക്കലിന് ശേഷം അവലംബിക്കുവാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അവിടെ സൂചിപ്പിക്കുകയുണ്ടായത്. ഏതായാലും തങ്ങളുടെ ആ 30ഉം 33ഉം ഒക്കെയായുള്ള വർഷങ്ങളായിട്ടുള്ള ആ ഉദ്യോഗ ജീവിതത്തിൻ്റെ വിരാമമാകുന്ന ഈ ചടങ്ങിൽ സ്കൂൾ മാനേജ്മെൻറ്റ് നൽകിയ സൽക്കാരത്തിനും സമ്മാനത്തിനും ആദരവിനുമൊക്കെ നന്ദി പറഞ്ഞ അധ്യാപകർ ആ ചടങ്ങിന് കൂടുതൽ ശോഭയായി മാറിയ മുൻ DGP ജേക്കബ് തോമസിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് ആ യാത്രയയപ്പ് സമ്മേളനത്തിന് ഒരു പരിസമാപ്തി കുറിച്ചത്.